നിങ്ങളൊരു സർവീസിന് പേയ്മെൻറ്റ് കൊടുത്താലും പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിലും ഈ നാട്ടിലുണ്ടാകാൻ പോകുന്ന മാറ്റം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ക്ലാസ് എടുക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ കൈവയ്ക്കുകയും മോളെ എടുത്തോട്ട് ഉദാഹരണം എടുത്തിട്ട് മോളുടെ പേര് നദ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു. 100 കുട്ടികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നു. ഓക്കെ, ഞാൻ ഈ പറഞ്ഞുകൊണ്ട് നദ പറയുന്നു, എനിക്ക് എൻ്റെ സെഷന് ഞാനൊരു റേറ്റ് വെച്ചിട്ടുണ്ട്, ഒരു പേയ്മെൻറ്റ് വെച്ചിട്ട് 2000 rupees പെർ ഡേ, 2000 രൂപയാണ് എൻ്റെ ചാർജ് നദ ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, നദ ആ കോളേജിലേക്ക് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. കാരണം എന്താ, 2000 രൂപ മേടിക്കുന്നുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നദ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അവിടെ വന്ന് ഭംഗിയിൽ ക്ലാസ് എടുത്ത് 100 കുട്ടികൾ, ആ കുട്ടികൾ നിങ്ങൾ തന്നെ വിചാരിച്ചു, നിങ്ങളിരുന്നു നല്ലൊരു ക്ലാസ് നദയിൽ നിന്ന് കിട്ടി, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇറങ്ങി. ഓക്കെ ആണല്ലോ, നദയ്ക്ക് 2000 രൂപ കിട്ടി. ഈ 2000 രൂപയിൽ നദ ഒരു 500 രൂപ എടുത്തിട്ട് ഒരു കോഴ്സ് പഠിക്കാനോ ഒരു ബുക്ക് മേടിക്കാനോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള കാര്യങ്ങൾ മേടിച്ച് നദയെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്തു, കുറച്ചുകൂടെ അപ്ഡേറ്റ് ചെയ്തു കാര്യങ്ങൾ. ഓക്കെ ആണോ, നദ ഈ 2000 രൂപയ്ക്ക് ഒരു 2-3 മാസങ്ങളിൽ ക്ലാസ് എടുത്തു. അപ്പോൾ ഓരോ തവണയും നദയ്ക്ക് കിട്ടുന്ന പൈസയ്ക്കകത്തുനിന്ന് ഒരു 25% നദി എടുത്തിട്ട് സെൽഫ് ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് വേറെ ട്രെയിനിങ് പോയി കൂടാൻ, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ, ബുക്കുകൾ വായിക്കാൻ, ഓഡിയോ കേൾക്കാൻ, വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നദ മാറ്റിവെച്ചു. ഗ്രാജ്വലി നദയുടെ ലെവൽ കൂടി, ട്രെയിനിങ് കണ്ടന്റ് കൂടി, നിലവാരം കൂടി. 6 മാസം കഴിഞ്ഞപ്പോൾ നദ എടുക്കാൻ പോകുമ്പോൾ ക്ലാസിൻ്റെ റേറ്റ് 5000 രൂപയാണ്. സെയിം കുട്ടികളാണ് ഇരിക്കുന്നെങ്കിൽ പോലും അവർക്കറിയാം ചേച്ചി കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് അല്ലല്ലോ ഇത്, അതിനേക്കാൾ എത്രമാത്രം ഉയർച്ചയിലേക്ക് വന്നു. കാരണം സംഭവം ഞങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിച്ചു. നദ അവിടുന്ന് 5000 കിട്ടി. സ്വാഭാവികമായിട്ടും നദ ഇൻവെസ്റ്റ്മെൻറ്റ് വീണ്ടും മാറ്റി. നദ കുറച്ചുകൂടെ നല്ല ഫുഡ് മേടിച്ച് കഴിക്കാൻ തുടങ്ങി, നല്ല ഡ്രസ്സ് മേടിച്ചു, ഒരു വണ്ടി എടുത്തു, നദയ്ക്ക് പോകാൻ സൗകര്യമായിട്ട് ഒരു പ്രൊജക്ടറെ കാര്യങ്ങളൊക്കെ മേടിച്ചു. നദയുടെ നിലവാരം കൂട്ടി. 1 വർഷം കഴിഞ്ഞപ്പോൾ നദ 10,000 rupees ആയി പെർ ഡേ സെഷൻ. അപ്പോഴുള്ള നദയുടെ പ്രസൻറ്റേഷൻ ഫാർ ബെറ്റർ ആയിരിക്കുമല്ലോ, ഉറപ്പാണല്ലോ. ഈ 1 വർഷ കാലയളവിൽ നദ ഒരു 10,000 കുട്ടികളെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10,000 കുട്ടികളിൽ വാല്യൂ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ കൊടുത്ത് നദയുടെ ജീവിതം മെച്ചപ്പെട്ടുണ്ടാകും. ഈ 10,000 കണക്കിന് കുട്ടികളുടെ ജീവിതം മെച്ചപ്പെട്ടുണ്ടാകും. ഇതാണ് ഞാൻ പറഞ്ഞ ആശയം. ഇപ്പോൾ നടക്കുന്നത് എന്താ, നദ ക്ലാസ് എടുക്കാൻ പോകും. അപ്പോൾ അവിടുത്തെ ഒരു സാറ് പക്ഷേ ആദ്യമായിട്ടല്ലേ, ഓക്കെ വന്നെടുത്തോ കേട്ടോ, അപ്പോൾ പൈസ അല്ല ഞങ്ങൾ ഫണ്ടൊന്നും വെച്ചിട്ടൊന്നുമില്ല, കൊച്ചിൻ്റെ ആഗ്രഹമില്ല, കൊച്ചു ക്ലാസ് എടുത്തു. നദ വരുന്നു, 1 രൂപ പോലും നദയ്ക്ക് കിട്ടുന്നില്ല. നദ പക്ഷേ ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് തുടക്കത്തിൽ ഒരു അത്യാവശ്യമൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് ക്ലാസ് എല്ലാം എടുത്ത് വൈകുന്നേരം വരെ ക്ലാസ് എടുത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഒരു താങ്ക് യു മാത്രം, ഒരു ബൊക്ക മാത്രം മേടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ നദയുടെ മോട്ടിവേഷൻ എന്താ, ആദ്യത്തെ ക്ലാസ് അല്ലേ, അടുത്ത തവണ ശരിയാകും ഓക്കെ എന്ന് വിചാരിക്കും. 3 മാസം നദ ഇതുപോലെ പോകുക, ആകപ്പാടെ ഇടയ്ക്കൊക്കെ കുറച്ച് ടീ ആയിട്ട് 500 രൂപയ്ക്ക് കിട്ടുക, 1000 രൂപയ്ക്ക് കിട്ടുക. നദ പ്രിപ്പയർ ചെയ്യുമോ, പഠിക്കുമോ, നല്ല കോഴ്സ് എടുക്കുമോ? 6 മാസം കഴിഞ്ഞ് നദ പ്രസന്റേഷൻ ചെയ്യാൻ വരുമ്പോൾ എന്താ, നദയുടെ പ്രസന്റേഷൻ വളരെ വലിയ മാറ്റമൊന്നുമില്ല. കാരണം നദ കാര്യമായിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല. 1 കൊല്ലം കഴിഞ്ഞാലോ നദ മുമ്പിലുള്ള ആൾക്കാർക്ക് കാര്യമായിട്ട് ഡെലിവറി ചെയ്യാനില്ല എന്ന് മാത്രമല്ല, നദയുടെ വീട്ടിൽ പ്രശ്നമായി. കാരണം നദയുടെ കയ്യിൽ നിന്ന് വീട്ടിലോട്ട് പൈസ ഒന്നും വരുന്നില്ല, ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവം ഒന്നും ഉണ്ടാകുന്നില്ല. നദ ഗ്രാജുവലി സ്വിഗ്ഗിയും സൊമാറ്റോ ഉള്ള പാർട്ട് ടൈം വർക്കിന് പോവുക, ട്രെയിനിങ് കൊണ്ട് പോയിട്ട് 5 പൈസ കിട്ടുന്നില്ല. ഈ പരിപാടി കൊണ്ട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് ആയെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകത്തുള്ളൂ. ഗ്രാജുവലി എന്താ, 1 വർഷം കഴിയുമ്പോൾ നദയ്ക്ക് മനസ്സിലായി ഈ പരിപാടി എന്നെ കൊണ്ട് നടക്കത്തില്ല. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയിട്ട് 10,000 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് കയറി അവിടെയുള്ള പരിപാടി ചെയ്യാം. 15,000 എങ്കിൽ 15,000 തികച്ച് കിട്ടുമല്ലോ. എന്ത് പറ്റി, നദയുടെ ലൈഫും പോയി, നദ ക്ലാസ് എടുത്ത ആൾക്കാരുടെ ലൈഫും. കാരണം നദയ്ക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഒരു പരിധിയുണ്ട്. 1 കൊല്ലം കൊണ്ട് നദ രക്ഷപ്പെട്ടിട്ടില്ല. ഒരു തള്ളുന്നതിനൊക്കെ ഒരു മയമുണ്ട്. അറ്റ് ദ സെയിം ടൈം ഫസ്റ്റ് കേസ് ആണെങ്കിലോ നദയുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, ആരോഗ്യം മെച്ചപ്പെട്ടു, വാഹന സൗകര്യം മെച്ചപ്പെട്ടു, സാമ്പത്തികം മെച്ചപ്പെട്ടു, ഈ 10,000 കണക്കിന് യുവാക്കളുടെ ജീവിതവും മെച്ചപ്പെട്ടു. യെസ് ഓർ നോ? വിച്ച് വൺ യു നീഡ്? ഉറപ്പാണല്ലോ. അതിനാര് പൈസ ചോദിച്ച് പഠിക്കണം? ആ പൈസ മേടിക്കുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് കൂടും.